തീർച്ചയായും ഹോട്ട്സ്പോട്ടിൻ്റെ ഈ ലക്കത്തിൽ അഫ്ഗാനിസ്ഥാനുണ്ട്. ഒരിടവേളയ്ക്ക് ശേഷം അവിടെ നിന്നുയരുന്ന നിസ്സഹായമായ നിലവിളികളുണ്ട്. അതിന് കാതോർക്കുന്നതിനൊപ്പം ലോകത്തെ മറ്റു വാർത്താ ഇടങ്ങളെ കൂടി ചേർത്ത് പിടിക്കുന്നു. സാംബിയയിലെ അപ്രതീക്ഷിത ഭരണമാറ്റം, സ്ഫോടനങ്ങളെ ഭയന്ന് ലെബനോൺ, കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ഹോമിക്കപ്പെട്ട ജീവിതങ്ങളുടെ പിൻതലമുറയ്ക്ക് നീതി നിഷേധിച്ച പോളണ്ടിനെ തിരുത്താൻ അമേരിക്കയും ഇസ്രായേലും. ഹോട്ട്സ്പോട്ട് ആരംഭിക്കുന്നു. സ്വാഗതം. ബെയ്റൂട്ട് വെയർഹൌസിൽ വർഷങ്ങളായി സൂക്ഷിച്ചിരുന്ന 2750 മെട്രിക് ടൺ അമോണിയം നൈട്രേറ്റ് പൊട്ടിത്തെറിച്ചപ്പോൾ പൊലിഞ്ഞത് 200-ലേറെ ജീവനുകളാണ്. 7000 പേർക്ക് ഭാഗികമായി പരിക്കേറ്റു. എണ്ണമില്ലാത്തത്ര അപ്പാർട്ട്മെന്റുകൾ തകർന്നു. ആയിരങ്ങൾക്ക് കിടപ്പാടം തന്നെ നഷ്ടപ്പെട്ടു. ചരിത്രത്തിലെ ഏറ്റവും വലിയ ആണവേതര സ്ഫോടനം നടന്നിട്ട് 1 വർഷം പിന്നിടുമ്പോൾ ലെബനൻ തലസ്ഥാനത്തെ പിടിച്ചുലച്ച സ്ഫോടനത്തിന്റെ യഥാർത്ഥ പ്രതികളെ വെളിച്ചത്ത് കൊണ്ടുവരാനാകാതെ ഇരുട്ടിൽ തപ്പുകയാണ് ഭരണകൂടം. ഭൂമിയിലെ പറുദീസ ലെബ്നൻ ആയിരുന്നെന്ന് വിശ്വസിച്ചിരുന്നൊരു കാലമുണ്ട്. ലോകത്തിലെ ഏറ്റവും ആർഭാടമായ ഷോപ്പിംഗ് കേന്ദ്രം തലസ്ഥാനമായ ബൈറൂട്ട് നഗരമായിരുന്നുവെന്ന് അക്കാലത്ത് ആഗോള യാത്രക്കാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നാകട്ടെ തകർന്നു തരിപ്പണമായ നാടായി തീർന്നിരിക്കുന്നു ലെബ്നൻ. ജീവിക്കാൻ മാർഗമില്ലാതെ ഉഴലുന്ന മനുഷ്യർ. കഴിഞ്ഞയാഴ്ചയായിരുന്നു ലെബ്നൻ പോർട്ടിലെ ഭയാനകമായൊരു സ്ഫോടനത്തിൻ്റെ 1-ാം വാർഷികം. 2020 ഓഗസ്റ്റ് 4-ാം തീയതി ജനത അതെങ്ങനെ ആഘോഷിച്ചു എന്നറിയാമോ? വിലപിച്ച്, നെഞ്ചത്തടിച്ച്, കണ്ണിൽ കണ്ടതെല്ലാം കൊള്ളയടിച്ച്. ആ സ്ഫോടനത്തിൽ 218 പേർ കൊല്ലപ്പെട്ടു. ൽ കണ്ടുകിട്ടിയ അമോണിയം നൈട്രേറ്റ് ആയിരുന്നു സ്ഫോടനത്തിന്റെ കാരണം. 2750 ടൺ അമോണിയം നൈട്രേറ്റ് അന്ന് പിടിച്ചെടുത്ത് ഏതോ സ്റ്റോറിൽ അശാസ്ത്രീയമായി കുന്നുകൂട്ടിയിരുന്നു. അതാണ് പൊട്ടിത്തെറിച്ചത്. ഭയങ്കരമായിരുന്നു അത്. 250ഓളം കിലോമീറ്റർ അകലെയുള്ള സൈപ്രസിനെ പോലും അതുലച്ചു. ആയിരക്കണക്കിന് പേർ ഇന്നും കഷ്ടിച്ച് ജീവിക്കുന്നു. ഇനിയും സ്ഫോടനമുണ്ടാകുമോ എന്ന് ഭയന്ന്. 1 കൊല്ലം കഴിഞ്ഞിട്ടും സ്ഫോടനത്തെക്കുറിച്ച് ഒന്നും പുറത്തു വന്നില്ല. പല അന്വേഷണങ്ങളും നടത്തിയെന്ന് ഭരണകൂടം പറയുന്നു. ഒരു തുമ്പും കിട്ടിയില്ല എന്ന സത്യം മാത്രം അവശേഷിക്കുന്നു. ആരാണ് അതയച്ചത്? എന്തായിരുന്നു ലക്ഷ്യം? അന്വേഷണത്തെ അട്ടിമറിക്കുന്നത് ആര്? ആർക്കും അറിഞ്ഞുകൂടാ. ഇതെന്തേ ഇങ്ങനെ? അതാണ് ജനങ്ങൾക്ക് മനസ്സിലാകാത്തത്. ഉന്നതങ്ങളിൽ അത് ചിലർക്കു വേണ്ടി പൂഴ്ത്തിവെച്ചിരിക്കുന്നുവെന്ന് ജനം വിശ്വസിക്കുന്നു. പട്ടാളത്തിലെ ചില വമ്പന്മാർക്ക് നേരെയും വിരലുകൾ ഉയരുന്നു. സ്ഫോടനം ലെബനോണിൻ്റെ തകർച്ചയുടെ ആഴം കൂട്ടി. ഈ പുതിയ ദുരന്തത്തെക്കുറിച്ച് ഗവൺമെന്റിന് ഒന്നും അറിഞ്ഞുകൂടാ. നിലവിലുള്ള ഭയാനകമായ സാമ്പത്തിക തകർച്ചയ്ക്ക് ആരും ഉത്തരവാദികളാകുന്നില്ല. ലോകബാങ്കിന്റെ നിഗമനത്തിൽ ലോകത്തെ തകർന്നടിഞ്ഞ രാജ്യങ്ങളിൽ ഏറ്റവും പാപ്പരായ 3-ാമത്തെ രാജ്യമാണ് ലെബനോൺ. അമേരിക്കയിലെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ അന്വേഷണത്തിൽ 2750 കിലോ അമോണിയം നൈട്രേറ്റിൽ 1/3 ഭാഗം മാത്രമേ കത്തിപ്പോയിട്ടുള്ളൂ എന്ന് കണ്ടെത്തി. അതായത് ഇനിയും സ്ഫോടന പരമ്പരകൾ ഉണ്ടായേക്കാം. അന്വേഷണത്തിന് നേതൃത്വം വഹിക്കുന്ന താരേഖ് ബിറ്റാർ എന്ന ജഡ്ജിനെ എങ്ങോട്ടും എത്തിനോക്കാൻ ഭരണകൂടം അനുവദിക്കുന്നില്ല. മുൻ മന്ത്രിമാരും MLA-മാരും വൻ ഉദ്യോഗസ്ഥരും ചേർന്ന് അദ്ദേഹത്തിന് ചുറ്റും വൻ മതിൽ തന്നെ തീർത്തിരിക്കുന്നു. സ്ഫോടനം സംഭവിച്ചേക്കാമെന്ന് സംശയം പ്രകടിപ്പിച്ച ആദ്യ അന്വേഷകനെ പുറത്താക്കിയപ്പോഴാണ് താരേഖിനെ അന്വേഷണം ഏൽപ്പിച്ചത്. ഭരണകൂടം നിഷ്കരുണം അന്വേഷകരെ മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നത് തന്നെ ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ്.
പുതിയ ഭരണാധികാരികളായി 2 പേരുടെ പേരുകൾ നിർദ്ദേശിക്കപ്പെട്ടു. ഷിയ വിഭാഗത്തിൽപ്പെട്ട മുസ്തഫ അഡീബും മുൻ പ്രധാനമന്ത്രി സംദ് ഹരീരിയും. അപ്പോൾ വേറെ ചില പേരുകളുമായി മറ്റൊരു ലോബി രംഗത്തെത്തി. ഒരു കാര്യം വ്യക്തം, നിർദ്ദേശിക്കപ്പെട്ടവരുടെയൊക്കെ ലക്ഷ്യം ധനകാര്യ വകുപ്പാണ്. പ്രസിഡന്റ് മൈക്കിൾ അക്കൂണിന്റെ താൽപ്പര്യം സ്വന്തം മരുമകനെ അടുത്ത പ്രധാനമന്ത്രിയാക്കണമെന്ന് മാത്രം. ഇനി സാമ്പത്തിക കാര്യങ്ങൾ കേട്ടോളൂ. വെറ്റില മുറുക്കിയും മദ്യപിച്ചും തകർന്നൊരു പഴയ മലയാളി തറവാട് പോലെയാണ് ലബ്നൻ. കിട്ടാവുന്നിടത്തു നിന്നൊക്കെ കടം വാങ്ങി. ഇന്റർനാഷണൽ ബ്ലേഡ് മാഫിയയിൽ നിന്ന് പോലും. ഇപ്പോൾ എങ്ങും നിന്നും ഒന്നും കിട്ടാനില്ലാതായി. ബാങ്കുകൾ കടം കൊടുക്കൽ നിർത്തി. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് തിരിഞ്ഞു നോക്കുന്നില്ല. യൂറോപ്പും അമേരിക്കയും കൈവിട്ടു. ഓഡിറ്റിംഗ് പോലും ഇല്ലാത്തൊരു രാജ്യത്തിനെ എങ്ങനെ രക്ഷപ്പെടുത്താനെന്ന് അവർ ചോദിക്കുന്നു. പണം കൊള്ളയടിച്ചതിന് റിസർവ് ബാങ്ക് ഗവർണർ റിയാദ് സാൽമയ്ക്കെതിരെ ഫ്രാൻസിലും സ്വിറ്റ്സർലൻഡിലും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ലെബനോൺ മറ്റൊരു കരുവന്നൂർ സൊസൈറ്റിയായി തീർന്നിരിക്കുന്നു. ആർക്കും ആരോടും ഉത്തരവാദിത്തമില്ല. കിട്ടാവുന്നതെല്ലാം കയ്യൂക്കുള്ളവർ വാരിക്കൊണ്ടുപോയി. പണപ്പെരുപ്പം 110%. നിത്യോപയോഗ വസ്തുക്കൾ കിട്ടാനില്ല. ഉള്ളതിന് തീപിടിച്ച വില. വൈദ്യുതി ഏതാണ്ട് റേഷൻ വിതരണം പോലെ. പലരും ജനറേറ്ററുകാരിൽ നിന്ന് വൈദ്യുതി വാങ്ങുന്നു. ഇന്ധനമില്ലാതെ അവരും കച്ചവടം നിർത്തി. പെട്രോളിന് വലിയ വിലക്കുറവാണ്. വമ്പന്മാരെ സഹായിക്കാൻ ഡ്രൈവർമാർ രാത്രി മുഴുവൻ ക്യൂ നിൽക്കുന്നു. കിട്ടിയാൽ വളരെ വിലക്കൂടുതലുള്ള സിറിയയിൽ അത് മറച്ചുവിറ്റ് ജീവിക്കുന്നു. പക്ഷേ എത്ര കാലം ഇങ്ങനെ ജീവിക്കും? ആർക്കും അറിഞ്ഞുകൂടാ. ഭൂമിയിലെ നരകം ഇതാണെന്ന് ഇന്ന് എല്ലാ ലെബനൻകാരും ഒരേ സ്വരത്തിൽ പറഞ്ഞ് വിലപിക്കുകയാണ്. അവർക്ക് പറയാനുള്ളത് നഷ്ടപ്പെട്ട പറുദീസയെക്കുറിച്ച് മാത്രം. ദ പാരഡൈസ് ലോസ്റ്റ്. 2021 കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ നിന്നുള്ള വിലാപങ്ങൾക്ക് അറുതിയില്ല. നാസി ക്യാമ്പുകളിൽ ഉരുകിയൊലിച്ച ജീവിതങ്ങളുടെ പിൻതലമുറയ്ക്ക് സ്വത്തോ നഷ്ടപരിഹാരമോ നൽകാതിരിക്കാനാണ് നാളിതുവരെ പോളിഷ് ഗവൺമെന്റ് ശ്രമിച്ചത്. അതിനവർ പുതിയ നിയമങ്ങൾ വരെ സൃഷ്ടിച്ചു. തിരുത്തപ്പെടേണ്ടതെന്ന് ലോകം ഉറച്ചു വിശ്വസിക്കുന്ന നീതി നിഷേധത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഞങ്ങൾ. പോളണ്ട് കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെല്ലാം അവർക്ക് തറവാട്ട് സ്വത്ത് പോലെയാണല്ലോ. അക്കാര്യം ഓർത്തുകൊണ്ട് പോളണ്ടിനെ കുറിച്ച് തന്നെയാണ് ഇനി പറയാൻ പോകുന്നത്. ഹിറ്റ്ലറിന്റെ കൂട്ടക്കുരുതി അഥവാ ഹോളോകോസ്റ്റ് കാലത്ത് കഥയാരംഭിക്കുന്നു. 1933 മുതൽ 1945 വരെ ഏതാണ്ട് 60 ലക്ഷം യഹൂദരെയാണ് ഈ ഭീകരജീവി വിവിധ ഇടങ്ങളിൽ വിവിധ ക്യാമ്പുകളിൽ കൊന്നൊടുക്കിയത്. പോളണ്ടിനെ പിടിച്ചടക്കിയ ശേഷം അതിപ്രധാനമായ അനവധി കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ അവിടെ ആരംഭിച്ചു. ഓഷ്വിറ്റ്സ് ഉൾപ്പെടെ. സിനിമകളിലൂടെ, ഓർമ്മക്കുറിപ്പുകളിലൂടെ, ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പിലൂടെ, ഫാദർ മാക്സിമില്ലൻ കോൾബെ എന്ന കത്തോലിക്ക പുരോഹിതന്റെ ജീവിത അനുഭവങ്ങളിലൂടെ. മനുഷ്യ മനസാക്ഷിയിൽ മങ്ങാതെ നിൽക്കുന്നു ഹിറ്റ്ലർ എന്ന മനുഷ്യാധമന്റെ ക്രൂരതകൾ. ഇനി പോളണ്ടിനെ കുറിച്ച്. ജർമ്മനി അതിൻ്റെ അയൽരാജ്യമായ പോളണ്ടിനെ കീഴടക്കിയതോടെ ഹിറ്റ്ലറുടെ ഏറ്റവും ഭയാനകമായ കർമ്മവേദിയായി തീർന്നു പോളണ്ട്. രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുകയും ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യുകയും കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ അടച്ചുപൂട്ടുകയും ചെയ്തിട്ടും അയാളുടെ കിരാതകാണ്ഡവം പല വേദികളിൽ ചർച്ച ചെയ്യപ്പെടുന്നു. അതിലൊന്നാണ് കഴിഞ്ഞ വാരം പോളണ്ടിൽ വിവാദമായി തീർന്നത്. കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ കൊല്ലപ്പെടുന്നവരുടെ സ്വത്തുവകകളോ നഷ്ടപരിഹാരമോ സംബന്ധിച്ച് അന്നത്തെ പോളിഷ് നിലപാട് അത് അനൗപചാരികമായി കണ്ടുകിട്ടുക എന്നതായിരുന്നു. കോടിയിലേറെ മനുഷ്യരുടെ മുൻ തലമുറക്കാർ അവകാശവാദവുമായി എന്നെങ്കിലും വന്നാൽ അത് വലിയ സാമ്പത്തിക ബാധ്യതയാവുമെന്നായിരുന്നു പോളിഷ് നിലപാട്. പക്ഷേ അതിന് പിൻബലമായി നിയമങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല.
മുൻ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇക്കാര്യത്തിൽ പ്രത്യേക താൽപ്പര്യമെടുത്തതുമില്ല. മാത്രമല്ല, അദ്ദേഹം പോളണ്ടുമായി നല്ല ബന്ധം തുടരുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് ഇസ്രായേൽ തെരഞ്ഞെടുപ്പിൽ നെതന്യാഹുവിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് ഭരണത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നത്. എന്നാൽ പുതിയ പ്രധാനമന്ത്രി നഫ്താലി ബെനറ്റ് വിഷയം ഗൗരവമായി എടുത്തതുകൊണ്ടാവണം കഴിഞ്ഞ ശനിയാഴ്ച പോളിഷ് പ്രസിഡന്റ് ആൻഡ്രോജ് ഡ്യൂഡ യുദ്ധകാലത്തെ പോളണ്ടിന്റെ നടപടിയെ ശരിവെച്ചുകൊണ്ടുള്ള നിയമത്തിൽ ഒപ്പിട്ടത്. അക്കാലത്ത് പോളണ്ട് ഭരിച്ചിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനം മുതൽ 1989 വരെ ഇസ്രായേലിലെ ഉന്നത ശ്രേണിയിലുള്ള ഉദ്യോഗസ്ഥ വൃന്ദത്തിലുള്ള ഹോളോകോസ്റ്റ് ഇരകളുടെ പിൻതലമുറക്കാരുടെ സമ്മർദ്ദമായിരിക്കാം പുതിയ പ്രധാനമന്ത്രിക്ക് മേലുണ്ടായതും അദ്ദേഹം വിഷയം പോളണ്ടിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതും തിടുക്കത്തിലുള്ള ഈ പോളിഷ് നടപടിക്കും കാരണം. കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ തെറ്റിനെ ഇപ്പോഴത്തെ ഗവൺമെന്റും അംഗീകരിച്ചു. പുതിയ നിയമത്തിൽ കോൺസെൻട്രേഷൻ ക്യാമ്പിനെയോ ഹോളോകോസ്റ്റിനെയോ കുറിച്ച് ഒന്നും പറയുന്നില്ല. പകരം 30 വർഷമോ അതിലധികമോ വർഷം പഴക്കമുള്ള ഒരു സംഭവവും ചോദ്യം ചെയ്യപ്പെട്ടുകൂടാ എന്നെഴുതി. അതായത് ഹോളോകോസ്റ്റിൽ വെന്തെരിഞ്ഞവരുടെ അവകാശികൾക്ക് പൂർവികരുടെ സ്വത്ത് എന്നേക്കുമായി നഷ്ടപ്പെടുന്നു എന്നർത്ഥം. അമേരിക്കയും ഇസ്രായേലും ഇതിനെതിരെ ശക്തിയുക്തം നിലപാടെടുത്തു. യഹൂദരും അല്ലാത്തവരുമായ എത്രയോ ലക്ഷം കുടുംബങ്ങളെയാണ് തായ്വേരറുത്ത് ഉണങ്ങിപ്പോകാൻ പാകത്തിലാക്കിയത്. ഹോളോകോസ്റ്റിലെ ബലിവസ്തുക്കളാക്കപ്പെട്ടവരെ പിന്നെയും പിന്നെയും ഇത് കുത്തിനോവിക്കുന്നു. സാംബിയൻ തെരഞ്ഞെടുപ്പിൽ നിലവിലെ പ്രസിഡന്റ് എഡ്ഗാർ ലുംഗു പരാജയപ്പെട്ടാൽ അധികാര കൈമാറ്റം എളുപ്പത്തിൽ സാധ്യമാകില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതിയിരുന്നത്. എന്നാൽ പരാജയത്തെ തുടർന്ന് ഫലത്തെ വെല്ലുവിളിക്കുമെന്ന് ആദ്യം സൂചിപ്പിച്ച ലുംഗു കഴിഞ്ഞ ദിവസം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് ഫലം അംഗീകരിക്കുന്നുവെന്നും സമാധാനപരമായ അധികാര കൈമാറ്റത്തിനുള്ള ഭരണഘടനാ വ്യവസ്ഥകൾ അനുസരിക്കുമെന്നും ഉറപ്പു നൽകി. ആഫ്രിക്കയിൽ പേരിനെങ്കിലും ജനാധിപത്യം പുലരുന്ന സാംബിയയിൽ നിന്നുള്ള ഈ വാർത്ത ലോകത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് ആശ്വാസം പകരുന്നതാണ്. മലയാളി അധ്യാപകർക്ക് സുപരിചിതമായ പേരാണ് ആഫ്രിക്കയിലെ സാംബിയ. ഒരുപാട് പേർ അവിടെ അധ്യാപകരായിരുന്നു. എത്യോപ്യയിലെയും നൈജീരിയയിലെയും പോലെ. കെന്നത്ത് കൗണ്ട എന്ന തലയെടുപ്പുള്ള നേതാവായിരുന്നു ആദ്യ പ്രസിഡന്റ്. സാംബിയയുടെ പ്രത്യേകത ആഫ്രിക്കയിൽ ജനാധിപത്യത്തിലേക്ക് പിറന്നുവീണ രാജ്യങ്ങളിലൊന്നാണ് എന്നതാണ്. പേരിനെങ്കിലും ജനാധിപത്യം ഇപ്പോഴും പുലരുന്ന രാജ്യം. മറ്റു മൂല്യങ്ങളായ നേരും നെറിവും ഒന്നും പ്രസക്തമല്ല. ഓഗസ്റ്റ് 12 സാംബിയയിൽ തെരഞ്ഞെടുപ്പ് നടന്നു. സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് നടന്നാൽ നിലവിലെ പ്രസിഡന്റ് എഡ്ഗാർ ലുംഗു തോൽക്കുമെന്നായിരുന്നു അഭിപ്രായ സർവേകൾ പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് ഒട്ടും സത്യസന്ധമായിരുന്നില്ല. എന്നിട്ടും പ്രസിഡന്റ് തോറ്റു. പ്രതിപക്ഷ നേതാവായിരുന്ന 6 പ്രാവശ്യം മത്സരിച്ചു തോറ്റ, പല കാരണങ്ങളാൽ ഭരണകൂടം 15 വട്ടം ജയിലിലടച്ച പ്രതിപക്ഷ നേതാവ് ഹക്കിൻഡെ ഹിച്ചിലിമെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. Humility, gratitude that I stand before you today to say change is here. ഇതുവരെ തോൽക്കാൻ കാരണം അദ്ദേഹം മൈനോറിറ്റി വംശമായ ഡോങ്കോയിൽ പിറന്നതുകൊണ്ടും അദ്ദേഹത്തിന്റെ ചില ഉദാര നയങ്ങൾ മൂലവുമായിരുന്നു എന്നാണ് പൊതുവെ ജനം ധരിച്ചു വെച്ചത്. ഇക്കുറിയും അദ്ദേഹം തോൽക്കുമെന്ന് കരുതാൻ കാരണം പ്രസിഡന്റ് എഡ്ഗാർ ലുംഗുവിന്റെ കിറ്റ് ഭരണം കൊണ്ടാകുമെന്നും നിരീക്ഷകർ വിലയിരുത്തി. പ്രസിഡന്റിന്റെ പാട്രിയോട്ടിക് ഫ്രണ്ട് പാർട്ടിയുടെ കിറ്റിൽ എന്തൊക്കെ ഉണ്ടായിരുന്നുവെന്ന് നോക്കാം. കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ
കർഷകർക്കുള്ള വിത്തിന്റെയും വളത്തിന്റെയും സബ്സിഡി 10 മടങ്ങ് വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ മെയ് മാസത്തിൽ സബ്സിഡി വീണ്ടും വർദ്ധിപ്പിച്ചു. പിന്നാലെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ വ്യക്തിപരമായ കടങ്ങൾ, കുടിശ്ശികകൾ കൊടുക്കേണ്ടാത്ത വിധം പുനർക്രമീകരിച്ചു. നമുക്ക് വരും കാലങ്ങളിൽ പരീക്ഷിക്കാവുന്ന വിഭവമാണ് ഇത്. നവംബറിൽ ലോകബാങ്കിൽ തിരിച്ചടയ്ക്കേണ്ട ഡോളർ ബൗണ്ട് മുടക്കുവന്നു. സർക്കാർ കടബാധ്യത 34% നിന്ന് 110% ഉയർന്നു. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കോപ്പർ ഉൽപാദന രാഷ്ട്രമാണ് സാംബിയ. എന്നിട്ടും പണപ്പെരുപ്പവും ഏറ്റവും ഉയർന്ന നിലയിലെത്തിയിരിക്കുന്നു. ജൂലൈയിൽ ഭക്ഷ്യവിഭവ വില മുൻ വർഷത്തേക്കാൾ 3 ഇരട്ടി വർദ്ധിച്ചു. രാഷ്ട്രം തെറ്റായ വഴിയിലൂടെ നീങ്ങുന്നുവെന്ന് സർവേ നടത്തിയ 4-ൽ 3 പേരും അഭിപ്രായപ്പെട്ടു. പൊറുതിമുട്ടിയപ്പോൾ ജനത ചെയ്യേണ്ടത് ചെയ്തു. 1991-ലും 2011-ലും ചെയ്തതു തന്നെ. ഭരിക്കുന്ന പ്രസിഡന്റിനെ വോട്ട് ചെയ്ത് പുറത്താക്കി. വൻകിട ബിസിനസ്സുകാരനായ ഹാക്കിൻഡെ ഹിച്ചിലിമോയുടെ വാക്കുകൾ വിശ്വസിച്ചു. അദ്ദേഹത്തെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചു. അഴിമതിക്കെതിരായ കടുത്ത പോരാട്ടം നടത്തുമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു. IMF-മായി തുറന്ന ചർച്ചകൾ നടത്തുമെന്നും പാട്രിയോട്ടിക് ഫ്രണ്ട് പേടിച്ച് ഓടിച്ച വിദേശ നിക്ഷേപകരെ തിരികെ കൊണ്ടുവരുമെന്നും അദ്ദേഹം ആണയിട്ട് പറയുന്നു. ചെമ്പുകനികളിൽ വരുതിക്ക് നിൽക്കാത്ത വൻ വിദേശ വ്യവസായികളെ ടാക്സ് വർദ്ധിപ്പിച്ചും സർക്കാർ ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിച്ചും ഓടിക്കുകയും ചെയ്ത കഥകൾ അദ്ദേഹം എണ്ണി പറഞ്ഞപ്പോൾ ജനങ്ങൾക്ക് അത് വിശ്വസിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. പാട്രിയോട്ടിക് ഫ്രണ്ടിന്റെ ശൈലി കള്ളവോട്ടും ബൂത്ത് പിടുത്തവുമായിരുന്നു. ഗുണ്ടകൾ തെരഞ്ഞെടുപ്പ് വേളയിൽ തെരുവുകൾ നിറഞ്ഞാടി. ഗവൺമെന്റ് ആകട്ടെ വഴങ്ങാത്ത തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ മാറ്റി. അനുസരണയുള്ള ജഡ്ജിമാർക്ക് സ്ഥാനമാനങ്ങൾ വാരിക്കോരി നൽകി. ഭീഷണിപ്പെടുത്തേണ്ടവരെ അത് ചെയ്തു. എതിർ സ്ഥാനാർത്ഥിയെ COVID-19 പേരിൽ തടഞ്ഞുവെച്ചു. തോൽക്കാൻ സാധ്യത കണ്ട പ്രസിഡന്റ് കേസ് കൊടുക്കാൻ വക്കീലന്മാരെ തയ്യാറാക്കി. പക്ഷേ ഒന്നിനും തടുക്കാനാകാത്ത വിധം വലിയ ഭൂരിപക്ഷമാണ് ഹിച്ചിലിമയ്ക്ക് കിട്ടിയത്. സാംബിയൻ ജനതയേക്കാൾ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്ന ചൈനയ്ക്കാണ് കൂടുതൽ താല്പര്യം. ഓരോ കരാറിലും അവർ ഭരിക്കുന്നവർക്ക് വാരിക്കോരി കൊടുക്കുന്നു. ചൈനീസ് അംബാസഡർമാർ ഭരിക്കുന്ന പാർട്ടിക്ക് വേണ്ടി പരസ്യമായി പ്രചാരണം നടത്തുക പോലും ചെയ്തു. ആഫ്രിക്കൻ തെരഞ്ഞെടുപ്പുകളിൽ ആഗോള നിരീക്ഷകരുടെ സാന്നിധ്യം ഉണ്ടാവാറുണ്ട്. സാംബിയയിൽ അവരുടെയൊക്കെ കോവിഡ് പരിശോധനാ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാൻ ഇലക്ഷൻ കമ്മീഷൻ മനഃപൂർവ്വം ആവശ്യപ്പെട്ടു. പലരും കളമൊഴിഞ്ഞു. അതുതന്നെയായിരുന്നു പ്രസിഡന്റ് ലുങ്കുവിന്റെ ആവശ്യവും. എന്നിട്ടും അദ്ദേഹം തോറ്റുപോയി. ഇതൊക്കെയാണ് പൊതുശൈലിയെങ്കിലും സാംബിയ ഇപ്പോഴും ജനാധിപത്യ ചേരിയിൽ ഉറച്ചു നിൽക്കുന്നു എന്നതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. ഏകാധിപതികളുടെ കൈകളിലേക്ക് പിറന്നു വീഴുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളുണ്ട്. ഏകാധിപതികൾ തട്ടിപ്പറിച്ചെടുത്ത രാജ്യങ്ങളും ഏകപാർട്ടി ഭരിക്കുന്ന സംവിധാനങ്ങളും ആഫ്രിക്കയിലുണ്ട്. സാംബിയ എന്തായാലും അതിനൊരു അപവാദമാണ്. ഭാഗ്യം. അമേരിക്ക യുദ്ധം അവസാനിപ്പിച്ച അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്നതെന്തെന്ന് ലോകം തത്സമയം കാണുകയാണ്. ഏറ്റവും ചുരുങ്ങിയത് അമേരിക്ക അവിടെ യുദ്ധം തുടങ്ങിയ കാലത്തേക്ക് താലിബാൻ അഫ്ഗാനിസ്ഥാനെ തിരിച്ചു കൊണ്ടുപോകുമെന്ന് വ്യക്തം. നല്ലതൊന്നും ലോകം അവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. താലിബാന്റെ ഭ്രാന്തൻ ഭരണം അവിടെ എന്തൊക്കെ നടപ്പാക്കുമെന്ന് ഊഹിക്കാൻ മാത്രമേ ഈ നിമിഷം നമുക്ക് കഴിയൂ. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഏകാന്ത വസതിയാണ് ക്യാമ്പ് ഡേവിഡ്. അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക സൃഷ്ടിച്ച കലാപത്തിനിടയിൽ കണ്ടൊരു ദൃശ്യമുണ്ട്. ക്യാമ്പ് ഡേവിഡിൽ വിശാലമായൊരു ഹാളിൽ വലിയൊരു മേശയ്ക്കു പിന്നിൽ ടെലിവിഷൻ സ്ക്രീനിൽ കണ്ണും നട്ട് ഏകനായി പ്രസിഡന്റ് ജോ ബൈഡൻ ഇരിക്കുന്നു. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും അതീശത്വം അവകാശപ്പെടുന്ന അമേരിക്കൻ പ്രസിഡന്റ് വേദയുടെ നിമിഷങ്ങളിൽ ഒറ്റപ്പെട്ട ഏകാഗിയെ പോലെയായി. അന്നേരം അകലെ കാബൂളിൽ താലിബാൻ എന്ന ഭീകരപ്രസ്ഥാനം ആഹ്ലാദ നൃത്തം ചെയ്യുന്ന പശ്ചാത്തലത്തിൽ പലായനത്തിനായി വിമാനത്താവളത്തിലേക്ക് ഇരച്ചു കയറുന്ന ജനലക്ഷങ്ങൾ. അമേരിക്കൻ വിമാനത്തിന്റെ ചിറകുകളിലും ചക്രങ്ങളിൽ പോലും കയറിക്കൂടി ജീവന് വേണ്ടിയുള്ള പൊരിച്ചിൽ നടത്തുന്നു. ജനക്കൂട്ടത്തിനിടയിലൂടെ വിമാനം മെല്ലെ നിരങ്ങി പറന്നുയരുന്നു. എത്ര പേർ മരിച്ചു എന്നറിഞ്ഞുകൂടാ. ഇത് മാപ്പർഹിക്കാത്ത കുറ്റമാണ്. അഫ്ഗാനിൽ നിന്ന് അമേരിക്ക പിൻവാങ്ങുന്നത് അവരുടെ മാത്രം നാണക്കേടാണ്.
അതിനെ ഇങ്ങനെ മഹാപരാധത്തിന്റെ ബാക്കി പത്രമായി കാണണമായിരുന്നോ എന്ന ചോദ്യം അവശേഷിക്കുന്നു. അമേരിക്കയുടെ തോൽവി താലിബാൻ എന്ന ലോകം തള്ളിക്കളഞ്ഞ ഭീകരപ്രസ്ഥാനത്തിന്റെ വിജയമായി തീർന്നു. ലോകത്തെ ആകെ അസ്ഥിരപ്പെടുത്തുന്ന എണ്ണിയാൽ തീരാത്ത ഭീകരവാദികൾക്ക് താലിബാൻ ആവേശവും മാതൃകയുമായി തീരുന്നു. ഭീരുക്കളായ അഫ്ഗാൻ ഭരണകൂടത്തെ ആശ്രയിച്ച് എങ്ങനെ ഒരു യുദ്ധം ജയിക്കാനാവുമെന്ന് അമേരിക്ക കണക്കുകൂട്ടി. മുങ്ങുന്ന കപ്പൽ വിട്ടൊഴിഞ്ഞു പോകുന്ന അവസാനത്തെ ആളാകേണ്ടതാണ് ക്യാപ്റ്റൻ. അഫ്ഗാൻ പ്രസിഡന്റ് അഷ്റഫ് ഗാനി കിട്ടിയ അവസരത്തിൽ ഒന്നാമനായി. രാജ്യത്തെയും പ്രജകളെയും ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. അയാളുടെ പട്ടാളം യുദ്ധത്തിന്റെ ഒന്നാം നാൾ മുതലേ അയൽനാടുകളിലേക്ക് അഭയം തേടി പോയി കഴിഞ്ഞിരുന്നു. അവരെയൊക്കെ വിശ്വസിച്ചത് അമേരിക്കയുടെ മറ്റൊരു തെറ്റ്. യുദ്ധത്തിൽ ഏറ്റവുമേറെ നാശനഷ്ടങ്ങൾ അനുഭവിക്കുന്നത് സ്ത്രീകളാണ്. പ്രിയപ്പെട്ടവർ കൊല്ലപ്പെടുന്നു എന്നതിന് പുറമെ 20 വർഷം കൊണ്ട് സ്വയം കെട്ടിപ്പൊക്കിയ ആകാശസൗധമാകെ തകരുകയാണ്. അവർക്കിനി തൊഴിൽ ചെയ്യാനാകില്ല, മാനുഷിക സ്വാതന്ത്ര്യം അനുഭവിക്കാനാവില്ല, വിദ്യാഭ്യാസം പ്രതീക്ഷിക്കാനാവില്ല. പാകിസ്ഥാൻകാരിയായ മലാല യൂസഫ്സായ് എന്ന കൊച്ചു പെൺകുട്ടിയെ തീവ്രവാദികൾ വെടിവെച്ചത് എനിക്ക് പഠിക്കണം എന്നവൾ കേണപേക്ഷിച്ചപ്പോഴാണ്. നൈജീരിയയിലെ ബൊക്കോഹറാം ആദ്യം ചെയ്ത ഭീകരത വടക്കുകിഴക്കൻ സംസ്ഥാനത്തെ ചീബോക്കിലെ പെൺകുട്ടികളുടെ സ്കൂൾ ആക്രമിച്ച് 300ഓളം കുട്ടികളെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് അനവധി പെൺകുട്ടികളെ. ബൊക്കോഹറാം എന്നാൽ പടിഞ്ഞാറൻ വിദ്യാഭ്യാസം നിഷിദ്ധം എന്നാണ് അർത്ഥം. ഇനിയൊരു പക്ഷേ അഫ്ഗാനിസ്ഥാനിലെ പെൺകുട്ടികൾക്ക് എല്ലാവിധ വിദ്യാഭ്യാസവും സ്വാതന്ത്ര്യങ്ങളും നിഷിദ്ധമായേക്കാം. അതോടെ അമേരിക്ക സ്ഥാപിച്ച അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഓഫ് അഫ്ഗാനിസ്ഥാനും അനവധി സ്കൂളുകളും ചവറ്റുകുട്ടകളായി തീരും. അനേകം പെൺകുട്ടികൾ സ്വതന്ത്രമായി വർത്തിച്ചിരുന്നു അവിടെ. അവരിൽ ഡോക്ടർമാരും നഴ്സുമാരും ജേർണലിസ്റ്റുകളും അധ്യാപകരും വിദ്യാസമ്പന്നരായ വീട്ടമ്മമാരും ഉണ്ടായിരുന്നു എന്നോർത്ത് നെടുവീർപ്പിടുക. അവരെപ്പോലെ ഇനി ആരുണ്ടാവും അന്നാട്ടിൽ? ഇനി അഫ്ഗാൻ മേഖലയെ നിയന്ത്രിക്കുന്നത് പാകിസ്ഥാനും റഷ്യയും ചൈനയുമായിരിക്കും. ഭീകരവാദികളുടെ താവളമാണ് പാകിസ്ഥാൻ. സാമ്രാജ്യത്വ വികസനമാണ് ചൈനയുടെ ലക്ഷ്യം. പിന്നെയുള്ളത് അമേരിക്കയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ശത്രു റഷ്യ. മറ്റ് മൂല്യബോധങ്ങളോ സ്വതന്ത്ര ചിന്തയോ അവർക്കില്ല. അവർക്കുള്ളത് സ്വന്തം സൗരയൂഥം മാത്രം. അവർക്കെല്ലാം അമേരിക്കയെ പോലെ ഇന്ത്യയും ശത്രുവാണ്. തന്മൂലം താലിബാന്റെ ഈ വിജയം ഇന്ത്യക്ക് വലിയ തലവേദനയായി തീരും. സിറിയ പോലെ മറ്റൊരു ചോരവിയർക്കുന്ന യുദ്ധക്കളമായി തീരും ഈ മേഖല. സിറിയ മണൽപ്പരപ്പാണെങ്കിൽ അഫ്ഗാനിസ്ഥാൻ മലനിരകളാണ്. എല്ലാം ചേർന്നുണ്ടാകാൻ പോകുന്നത് നിരന്തര യുദ്ധങ്ങളുടെ കലാപവേദിയായേക്കാം. താലിബാന്റെ ശക്തി ക്ഷയിച്ച അമേരിക്കയുടെ അഫ്ഗാൻ കാലത്ത് അക്ഷരം പഠിക്കാൻ പോയ കുട്ടികൾ ഇനി എന്തു ചെയ്യും? റോഡിൽ പിച്ചവയ്ക്കാൻ തുടങ്ങിയ സ്ത്രീകൾ ഇനി എവിടെ ഒളിക്കും? ഫുട്ബോളും ക്രിക്കറ്റും ഉരുളാൻ തുടങ്ങിയ മൈതാനങ്ങൾ ഇനി എങ്ങനെ ശ്വസിക്കും? ഉത്തരങ്ങൾ ദൈവത്തിന് മാത്രമേ അറിയൂ. ഹോട്ട്സ്പോട്ട് പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും വരാം.